പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് SSLC +2 2025 ഒക്ടോബർ ബാച്ചിൻ്റെ അഡ്മിഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. മാർച്ച് 15 നിന്ന് മാർച്ച് 31 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിലവിൽ ഇനിയും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ യോഗ്യത 14 വയസ്സാണ്. ക്വാളിഫിക്കേഷൻ നിർബന്ധമില്ല. +2 എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ +2 ഏതെങ്കിലും ബോർഡിൽ ഫെയിലായത് 2020 വർഷത്തിന് ശേഷം ഫെയിലായ വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് 3 സബ്ജക്റ്റ് എഴുതി +2 കരസ്ഥമാക്കുക. അതുപോലെ ITI പാസ്സായ വിദ്യാർത്ഥികൾ ITI NCVT സർട്ടിഫിക്കറ്റ് ഉള്ള വിദ്യാർത്ഥികൾക്ക് വെറും 2 വിഷയം എഴുതിയിട്ട് +2 പാസ്സാവുന്നതാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഓൺ ഡിമാൻഡ് എക്സാം വരുന്നുണ്ട്. പെട്ടെന്ന് എഴുതിയെടുക്കാനുള്ള എക്സാമാണ്. ഒക്ടോബറിലേക്ക് പോകാതെ അതിൻ്റെ മുമ്പ് ഇപ്പോൾ ഏകദേശം മാർച്ചാണല്ലോ, ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം കൊണ്ടൊക്കെ എഴുതിയെടുക്കേണ്ട രീതിയിൽ നടക്കുന്ന എക്സാമാണ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത്. 2025 ഇപ്പോൾ ഇനി വരുന്ന ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറാണ്. അതിലേക്കുള്ള അഡ്മിഷനും ക്ലാസ്സുകളൊക്കെ നമ്മൾ നൽകുന്നുണ്ട്. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. 50 സീറ്റായിരിക്കും ഒരു സെൻറ്ററിൽ ഉണ്ടാക്കുക. കേരളത്തിലെ 4 ജില്ലകളിൽ മാത്രമേ ഈ ഓൺ ഡിമാൻഡ് ഉള്ളൂ. എന്നാൽ 2025 ഒക്ടോബർ നടക്കുന്ന എക്സാം നോർമലാണ്. കേരളത്തിലെ 14 ജില്ലകളിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ഡിസ്ട്രിക്റ്റിലൊക്കെ എക്സാം ഉണ്ട്. ഓൺ ഡിമാൻഡ് നമ്മൾ കേരളത്തിലെ 4 ജില്ലകളിലാണ്. ഒരു സെൻറ്ററിൽ 50 സീറ്റുള്ളൂ. മറ്റേതൊക്കെ നമ്മൾ 14 ജില്ലകളിലാകുമ്പോൾ ഓരോ സെൻറ്ററിൽ 500, 300 സീറ്റ് ഉണ്ട്. അതേപോലെ നമുക്ക് ഓൺ ഡിമാൻഡ് കിട്ടില്ല. ഓൺ ഡിമാൻഡ് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുതിയെടുക്കുക എന്നുള്ളതാണ്. അത് 10ാം ക്ലാസ് എഴുതണമെങ്കിൽ 10ാം ക്ലാസ് തോറ്റ വിദ്യാർത്ഥി തന്നെ വേണം. തോറ്റ വിദ്യാർത്ഥിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലാണ് ഓൺ ഡിമാൻഡ് എഴുതാൻ വേണ്ടി. +2 ആണെങ്കിലും +2 തോറ്റ വിദ്യാർത്ഥിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൺ ഡിമാൻഡ് 3 മാസം 4 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അതിൻ്റെ ക്ലാസ്സുകളും ഗൈഡുകളും എല്ലാം വളരെ കുറഞ്ഞ ഫീസ് നമ്മൾ നൽകുന്നുണ്ട്. പിന്നെ വരുന്നത് ഓൺലൈൻ പരീക്ഷ എഴുതാൻ പറ്റുന്ന എക്സാമാണ്. അത് NIOS അല്ല, ബോസ് എഡ്യൂക്കേഷനാണ്. പലരും ചോദിക്കുന്നത് അതിൻ്റെ വാല്യൂ ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ അതിന് ഇക്വലൻസി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തുടർ പഠനത്തിലൊക്കെ നിങ്ങൾക്ക് ജോലിയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ബോസ് എഡ്യൂക്കേഷനിൽ നമുക്ക് ഈ വരുന്ന ഒക്ടോബറിൽ ഓൺലൈൻ പരീക്ഷ നടക്കുന്നുണ്ട്. അതിന് നിങ്ങൾ സെൻറ്ററിൽ പോയി എഴുതേണ്ട ആവശ്യമില്ല. എക്സാമും അസൈൻമെൻറ്റൊക്കെ ഓൺലൈനായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. അതിലേക്ക് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ IGNOU ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷനും നമ്മൾ എല്ലാ ജില്ലകളിലും നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. Okay, thank you.